Hi friends, welcome to my channel Civil Tips and Tricks. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് വന്നിട്ട് കേരള വാട്ടർ അതോറിറ്റിയിലും ലെക്ചറർ ഗ്രേഡ് 1 റൂറൽ എഞ്ചിനീയറിംഗ് എക്സാംസിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് വന്ന് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. എൻജിൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട്. 2 സ്ട്രോക്ക് എൻജിൻ, 4 സ്ട്രോക്ക് എൻജിനും. അത് SI-യും പിന്നെ CI-യും ഉണ്ട്. SI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാർക്ക് ഇഗ്നീഷൻ എൻജിൻ. സ്പാർക്ക് പ്ലഗ് പ്രൊവൈഡ് ചെയ്യും, എക്സ്ട്രാ ഒരു സ്പാർക്ക് പ്ലഗ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ആ എൻജിൻ എന്ന് പറയുന്ന പേരാണ് സ്പാർക്ക് ഇഗ്നീഷൻ എൻജിൻ. CI എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രഷൻ ഇഗ്നീഷൻ എൻജിൻ. ഇതിൽ വന്നിട്ട് സ്പാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. എൻജിൻ എന്ന് പറഞ്ഞാൽ എ മെക്കാനിസം വിച്ച് കൺവേർട്സ് വൺ ഫോം ഓഫ് എനർജി ടു അനദർ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോം ഓഫ് എനർജി, എൻജിൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോം ഓഫ് എനർജി വേറൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിന് പറയുന്ന പേരാണ് എൻജിൻ. നമ്മുടെ ഇലക്ട്രിസിറ്റി തന്നെ നമുക്ക് ആലോചിക്കാം. എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി നമുക്ക് പ്രൊഡ്യൂസ് ആയി നമുക്ക് വരുന്നത്? നമ്മുടെ വാട്ടറിൽ നിന്നല്ലേ നമ്മൾ വരുന്നത്. വാട്ടറിൽ നിന്ന് ടർബൈനിൽ കറങ്ങും. ടർബൈൻ കറങ്ങി അതിൽ നിന്ന് ഫ്ലക്സ് വരും. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നാണ് നമുക്ക് ഇലക്ട്രിസിറ്റി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടർബൈൻ ഒരു എൻജിൻ ആണ്. ഓക്കെ, അത് വന്നിട്ട് നമ്മുടെ ഫ്യൂവൽ മീൻസ് വാട്ടർ ഹൈഡ്രോ പവറിൽ നിന്ന് ഇലക്ട്രിക് പവറിലോട്ട് കൺവേർട്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മളൊരു മെക്കാനിസമാണ്. ഓക്കെ, ഒരു ഹ്യൂമൻ ബീങ് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ അതിന് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഫോം ഓഫ് എനർജി, നമ്മൾ ആക്ടിവിറ്റീസ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ടൈപ്പ് ഓഫ് എൻജിനാണ്. ഹീറ്റ് എൻജിൻ സൈക്കിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹീറ്റ് എന്ന് പറഞ്ഞാൽ തെർമോ എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, തെർമോ എന്ന് പറഞ്ഞാൽ ഹീറ്റ് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ടു ദ സിസ്റ്റം ആൻഡ് നെറ്റ്വർക്ക് ട്രാൻസ്ഫർ ഫ്രം ദ സിസ്റ്റം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് വന്നിട്ട് ഒരു സിസ്റ്റത്തിലോട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, ആ ഒരു ഹീറ്റ് കൊടുക്കുമ്പോൾ തിരിച്ച് ഇതുപോലെ തന്നെ ഹീറ്റ് കിട്ടുന്നു, ഹീറ്റ് തിരിച്ച് വരുന്നു. ഓക്കെ, അതിന് പറയുന്ന പേരാണ് ഹീറ്റ് എൻജിൻ സൈക്കിൾ. പിന്നെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എൻജിൻസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ നമ്പർ ക്രിയേഷൻസ്. സം ഓഫ് ദ മേജർ ക്ലാസിഫിക്കേഷൻ ആർ internal combustion engine and external combustion engine, reciprocating engine and rotary engine, spark ignition and compression engines. ഇന്റേണൽ കമ്പഷൻ എൻജിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് തന്നെ കംപ്രഷൻ നടക്കുന്നു. എക്സ്റ്റേണൽ കമ്പഷൻ എൻജിൻ എന്ന് പറഞ്ഞാൽ വെളിയിൽ കംപ്രഷൻ നടന്നിട്ട് നമ്മുടെ എൻജിനിലോട്ട് കൊടുക്കുന്നു. പിന്നെ റെസിപ്രോക്കേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ആൻഡ് ഫ്രോ മോഷൻ നടക്കുന്ന ആ ഒരു ഇതിന് പറയുന്നതാണ് റെസിപ്രോക്കേറ്റിംഗ്. സ്പാർക്ക് ഇഗ്നീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാർക്ക് വന്നിട്ട് നമ്മുടെ എൻജിന് പ്രൊവൈഡ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ SI എൻജിൻ, CI എൻജിൻ, അത് തന്നെ അകത്ത് തന്നെ കംപ്രഷൻ നടക്കും. അങ്ങനെ പറയുന്നതാണ് ഇന്റേണൽ കംപ്രഷൻ എൻജിൻ. ഓക്കെ, an engine which compression of fuel takes place inside the engine is known as internal combustion engine. Example, gas oil engine and diesel engine. ഓക്കെ, രണ്ടും വന്നിട്ട് അകത്തായിരിക്കും കംപ്രഷൻ നടക്കുന്നതും അതിൻ്റെ എക്സ്പാൻഷനും ഒക്കെ നടക്കുന്നതൊക്കെ അകത്ത് തന്നെയായിരിക്കും. ഓക്കെ, an engine which compression of fuel takes place outside the engine and only hot gases are fed into the engine is called external combustion engine. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിൽ വെച്ച് കംപ്രഷൻ ഒക്കെ നടക്കും. പിന്നെ ആ ഒരു അതിൽ നിന്ന് വരുന്ന ഹോട്ട് ഗ്യാസസ് വന്ന് എൻജിനിലോട്ട് കൊടുക്കും. അതിന് പറയുന്ന പേരാണ് എക്സ്റ്റേണൽ കംപ്രഷൻ എൻജിൻ. ഇന്റേണൽ കംപ്രഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് തന്നെ. എക്സ്റ്റേണൽ കംപ്രഷൻ എന്നാൽ വെളിയിൽ വെച്ച് കംപ്രഷൻ നടന്നിട്ട് ആ കംപ്രഷനിൽ നിന്നുണ്ടാകുന്ന ഗ്യാസസ് എൻജിനിലോട്ട് ഫെഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എക്സ്റ്റേണൽ കംബഷൻ എൻജിൻ. ഇന്റേണൽ കംബഷൻ എൻജിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓയിൽ എൻജിൻ, ഡീസൽ എൻജിൻ. ഗ്യാസ് ഓയിൽ എന്ന് പറഞ്ഞാൽ പെട്രോൾ എൻജിനാണ്. ഓക്കെ, സ്റ്റീം എൻജിനാണ് എക്സ്റ്റേണൽ കംബഷൻ എൻജിൻ. റെസിപ്രോക്കേറ്റിംഗ് ആൻഡ് റോട്ടറി എൻജിൻ. ഞാനിപ്പോൾ ഒരു പടം ഞാൻ തന്നെ വരച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിസ്റ്റൺ വന്നിട്ട് ഏറ്റവും മേളിലിരിക്കുകയാണെന്ന് വെച്ചോ, അപ്പോൾ അത് 0 ഡിഗ്രിയിലായിരിക്കും അതിൻ്റെ റൊട്ടേഷൻ.
പിന്നെ അത് ഏറ്റവും താഴെ ഇരിക്കുകയാണെങ്കിൽ അത് 180 ഡിഗ്രി ആയിരിക്കും റൊട്ടേഷൻ വരുന്നത്. അപ്പോൾ പിസ്റ്റൺ മേളിലായിരിക്കും 180 ഡിഗ്രി, താഴെ ഇരിക്കുമ്പോൾ 0 ഡിഗ്രി ആയിരിക്കും. അതെങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, അപ്പം പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ക്രാങ്ക് അപ്പം റൊട്ടേറ്റിംഗ് മോഷൻ ആയിരിക്കും. ഓക്കെ, അപ്പം an engine which move, there is a reciprocating movement of component which is then converted into rotary motion as the final output from the engine is reciprocating engine. Example, petrol engine and diesel engine, അല്ലെങ്കിൽ gasoline engine and diesel engine എന്ന് വേണമെങ്കിൽ പറയാം. Spark ignition engine and compression ignition engine. Spark ignition engine എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളാണ്. സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളിന് വന്നിട്ട് നമ്മൾ കംപ്രഷൻ കൊടുക്കുമ്പം നമ്മുടെ പെട്രോൾ പെട്ടെന്ന് ബേൺ ചെയ്യത്തില്ല. അപ്പം നമ്മൾ എക്സ്ട്രാ ഒരു എനർജി കൊടുക്കുകയാണ്, സ്പാർക്കായിട്ട് ഒരു എക്സ്ട്രാ ഒരു സ്പാർക്ക് കൊടുക്കുമ്പം അത് കത്തിപ്പിടിച്ച് അവിടെ എക്സ്പ്ലോഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് പറയുന്നതാണ് സ്പാർക്ക് ഇഗ്നീഷൻ. ഓക്കെ, പിന്നെ കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ an engine which is burned highly compressed and hot air which above the self ignition temperature of fuel as the compression ignition engine. In this, air only enters into the cylinder and fuel is sprayed into compression air at the end. Okay, ഇതിൽ ഡീസൽ എഞ്ചിനിൽ വന്നിട്ട് നമ്മുടെ ഫ്യൂവൽ വന്നിട്ട് ഇഗ്നീറ്റ് ചെയ്യാനായിട്ട് സ്പ്രേ ആയിട്ടായിരിക്കും വന്നിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തിപ്പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്, പെട്ടെന്ന് കത്തിപ്പിടിച്ച് എക്സ്പ്ലോഷൻ നടക്കാനുള്ള ചാൻസ്. എക്സ്പ്ലോഷൻ നടന്നാലേ നമ്മുടെ എഞ്ചിൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ സ്പാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് പറയുന്നതാണ് സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ. പക്ഷേ സ്പാർക്ക് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ. ഓക്കെ, അതിന് ഷോർട്ടായിട്ട് പറയുന്നത് SI എഞ്ചിൻ അല്ലെങ്കിൽ CI എഞ്ചിൻ എന്നും പറയും. പെട്രോൾ എഞ്ചിൻ്റെ ഫിഗറാണ് ഇത്. ഓക്കെ, പെട്രോൾ എഞ്ചിൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇവിടെ നിന്ന് ഫ്യൂവൽ കൊടുത്ത് വിട്ടിട്ട് ഈ ഇവിടെ സ്പാർക്ക് പ്ലഗ് ഓണാവും. അപ്പോൾ പെട്രോൾ എഞ്ചിന് സ്പാർക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഡീസലിന് വന്നിട്ട് സ്പാർക്ക് കൊടുത്തിട്ടില്ല. അതിന് വന്നിട്ട് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എയറിൻ്റെ കൂടെ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. മേജർ കോമ്പണൻസ് ഓഫ് എഞ്ചിൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വന്നിട്ട് പെട്രോൾ എഞ്ചിൻ്റെയാണ്. പെട്രോൾ എഞ്ചിൻ്റെയും ഡീസലിൻ്റെ പെട്രോൾ എഞ്ചിൻ്റെ പ്രത്യേകം പറയാം, സ്പാർക്ക് പ്ലഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാം ഷാഫ്റ്റ് പ്രൊവൈഡ് ചെയ്തത്. ക്യാം ഷാഫ്റ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാൽവ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ മിക്സ്ചർ ഓഫ് എയറും ഫ്യൂവലും വന്നിട്ട് നമ്മുടെ ഒരു വാൽവിൽ കൂടെ ആദ്യം പ്രൊവൈഡ് ചെയ്യും. ഇവിടെ നിന്ന് ഈ പിസ്റ്റൺ വന്നിട്ട് കംപ്രഷൻ നടന്നു കഴിയുമ്പം ഇവിടെ സ്പാർക്ക് വന്നിട്ട് ഗ്ലോ ചെയ്ത് അവിടെ എക്സ്പ്ലോഷൻ നടക്കും. എക്സ്പ്ലോഷൻ നടന്നിട്ട് ഈ പിസ്റ്റൺ പിന്നീട് താഴെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇത് എക്സ്പ്ലോഷൻ നടന്ന ഗ്യാസസ് എക്സോസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ ഈ വാൽവ്, ഈ ഔട്ട്ലെറ്റ് വാൽവ്, എക്സോസ്റ്റ് വാൽവ് തുറക്കണം, എന്നാലേ ഈ ഗ്യാസസ് വെളിയിൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ഈ പിസ്റ്റൺ തിരിച്ചിങ്ങോട്ട് വന്ന് അതിനകത്തിരിക്കുന്ന ഉള്ള ഗ്യാസസ് വന്ന് കളയാനായിട്ട് വേണ്ടിയിട്ടാണ് എക്സോസ്റ്റ് വാൽവ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ചേമ്പറിന് പറയുന്ന പേരാണ് കംപ്രഷൻ ചേമ്പർ. പിന്നെ ഇത് സിലിണ്ടർ ബ്ലോക്കാണ്. ഇതൊരു സിലിണ്ടർ ബ്ലോക്കാണ്. ഇത് വന്ന് പിസ്റ്റൺ ആണ്. പിന്നെ കണക്റ്റിംഗ് റോഡ് വന്ന് പിസ്റ്റൺ തൊട്ട് ക്രാങ്ക് ഷാഫ്റ്റ് വരെ കണക്ട് ചെയ്യുന്ന റോഡിന് പറയുന്ന പേരാണ് കണക്റ്റിംഗ് റോഡ്. ക്രാങ്ക് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ക്രാങ്ക്, ആ ഒരു പാർട്ടിന് പറയുന്ന പേരാണ് ക്രാങ്ക് കേസ്. ഓക്കെ, പിന്നെ ഇത് പിസ്റ്റൺ. പിന്നെ കൂളിംഗ് വാട്ടർ എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. മാക്സിമം 1000 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് വന്നിട്ട് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂളിംഗ് വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇത് സിലിണ്ടർ ഹെഡ്. ഇതിൻ്റെയൊക്കെ പാർട്സ് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. പിന്നെ ഇതാണ് സിലിണ്ടർ ബ്ലോക്ക്. സിലിണ്ടർ ബ്ലോക്കിൽ വന്നിട്ട് നമ്മൾ പറയുന്നത് സിലിണ്ടർ ബ്ലോക്ക് ഡയാമീറ്റർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിലിണ്ടർ ബ്ലോക്കിൽ ഈ ഒരു സിലിണ്ടറിൻ്റെ ഇവിടെ നിന്ന് ഇവിടെ വരെ കറക്റ്റ് സെൻറ്റർ ഡയമീറ്റർ, അതിന് പറയുന്ന പേരാണ് ബോർ അല്ലെങ്കിൽ ബോർ ഡയമീറ്റർ അല്ലെങ്കിൽ സിലിണ്ടർ ബോർ ഡയമീറ്റർ എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, അതൊരു പടമായിട്ട് ഞാൻ ഇലിസ്ട്രേറ്റഡ് കൊടുത്തിട്ടുണ്ട്. പിസ്റ്റൺ ഏരിയ എന്താണെന്ന് വെച്ചാൽ ഏരിയ കറസ്പോണ്ടിങ് ടു ദ സിലിണ്ടർ ബോർ ഡയാമീറ്റർ. സിലിണ്ടർ ബോർ ഡയാമീറ്ററിൻ്റെ ഏരിയയ്ക്ക് പറയുന്ന പേരാണ് പിസ്റ്റൺ ഏരിയ. പിസ്റ്റണിൻ്റെ മേളത്തെ ആ ഏരിയ, പിസ്റ്റണിൻ്റെ മേളത്തെ
ഈ മേളത്തെ ഈ പോറിൽ നിന്നുണ്ടാകുന്ന ആ ഏരിയ അതിന് പറയുന്ന പേരാണ് പിസ്റ്റൺ ഏരിയ. ഓക്കെ, അത് വന്നിട്ട് 5d²/4. സ്ട്രോക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ദ ലീനിയർ ഡിസ്റ്റൻസ് ത്രൂ വിച്ച് പിസ്റ്റൺ മൂവ്സ് ബിഫോർ ഇറ്റ് മേക്സ് റിവേഴ്സൽ ഓഫ് ഡയറക്ഷൻ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റൺ മേളിൽ നിന്ന് താഴോട്ട് വരും. പിസ്റ്റൺ വന്നിട്ട് മേളിൽ നിന്ന് താഴോട്ട് വരും. സ്ട്രോക്ക് ടു ബോർ റേഷ്യോ അത് വന്നിട്ട് L/D. സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ്, പിസ്റ്റൺ മൂവ് ചെയ്ത ഡിസ്റ്റൻസ്. അത് കഴിഞ്ഞ് D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർ ഡയമീറ്റർ. ഓക്കെ, അത് ക്ലാസിഫൈഡ് ഇൻറ്റു 3 ടൈപ്സ് ആണ്. L/D റേഷ്യോ വന്നിട്ട് =1 ആണെങ്കിൽ അത് സ്ക്വയർ എഞ്ചിനാണ്. L/D റേഷ്യോ വന്നിട്ട് <1 ആണെങ്കിൽ, അല്ലെങ്കിൽ L വന്നിട്ട് Dനെ കാളും ലെസ് ആണെങ്കിൽ അത് വന്ന് ഓവർ സ്ക്വയർ എഞ്ചിനായിരിക്കും. അല്ലെങ്കിൽ L/D വന്നിട്ട് >1 ആണെങ്കിൽ, L >D ആണെങ്കിൽ അണ്ടർ സ്ക്വയർ എഞ്ചിനായിരിക്കും. പിന്നെ ഡെഡ് സെൻറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എക്സ്ട്രീം എൻഡ് ഓഫ് ദ പൊസിഷൻ. പിസ്റ്റൺ എവിടെ നിൽക്കുന്നു, എവിടെ നിന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ട് വരുന്ന ആ ഒരു പൊസിഷന് പറയുന്ന പേരാണ് ഡെഡ് സെൻറ്റർ. ഓക്കെ, അത് 2 ടൈപ്പ് ഉണ്ട്. ടോപ്പ് ഡെഡ് സെൻറ്റർ ഉണ്ട്, ബോട്ടം ഡെഡ് സെൻറ്റർ ഉണ്ട്. പിന്നെ ടോപ്പ് ഡെഡ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കലി മൂവ് ആണെങ്കിൽ ടോപ്പിൽ എത്തുകയാണെങ്കിൽ അത് ടോപ്പ് ഡെഡ് സെൻറ്റർ, ഏറ്റവും ടോപ്പിൽ എത്തുകയാണെങ്കിൽ അത് ടോപ്പ് ഡെഡ് സെൻറ്റർ, ഏറ്റവും താഴെ എത്തുകയാണെങ്കിൽ അത് ബോട്ടം ഡെഡ് സെൻറ്റർ. ഹൊറിസോണ്ടലായിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇന്നർ ഡെഡ് സെൻറ്റർ എന്നും പറയും, ഔട്ടർ ഡെഡ് സെൻറ്റർ എന്നും പറയും. പിന്നെ സ്വെപ്റ്റ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സിലിണ്ടർ സ്വെപ്റ്റ് ബൈ ദ പിസ്റ്റൺ വൈൽ ഇറ്റ് മൂവ് 1 ഡെഡ് സെൻറ്റർ ടു ആൾ. ഓക്കെ, ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്നും ബോട്ടം ഡെഡ് സെൻറ്ററും തൊട്ട് മൂവ് ചെയ്യുന്ന വോളിയത്തിന് പറയുന്ന പേരാണ് സ്വെപ്റ്റ് വോളിയം. VS = 5d²/L/4 ആണ്. ക്ലിയറൻസ് വോളിയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വോളിയം about the piston when it is top dead center. This volume serves 2 purposes: space occupied by the valve and the spark plug and fuel injector. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പർപ്പസാണ്. ഓക്കെ, അത് ആദ്യം വന്നിട്ട് വാൽവ് തുറക്കാൻ വേണ്ടിയും പിന്നെ സ്പാർക്ക് പ്ലഗ് ഓൺ ചെയ്യാനും പിന്നെ ഫ്യൂവൽ ഇജക്ടർ ഇതിനു വേണ്ടി മാത്രം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിസ്റ്റൺ വന്ന് മേളിലോട്ട് വരുമ്പം ഏതൊക്കെ വാൽവ് ആയിരിക്കും ആദ്യം തുറക്കുന്നത്? ഫസ്റ്റ് വാൽവ് വന്നിട്ട് ഇൻലെറ്റ് വാൽവ് ആയിരിക്കും തുറക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഫ്യൂവൽ ഇജക്ടർ ആയിരിക്കും. പിന്നെ ആ വാൽവ് തുറന്നു കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നതാണ് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള വാൽവ് ആയിരിക്കും ഫ്യൂവൽ കളയാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ഫ്യൂവൽ മീൻസ് ആ വന്ന എക്സോസ്റ്റ് ഇത് കളയാൻ വേണ്ടിയിട്ടായിരിക്കും ഈ വാൽവ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാൽവല്ല ഈ ഇത് യൂസ്. അപ്പോൾ ആ ഒരു ഇതിന് പറയുന്നതാണ് ക്ലിയറൻസ് വോളിയം. ആ വോളിയത്തിന് പറയുന്നതാണ് ക്ലിയറൻസ് വോളിയം. ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ ദ വോളിയം അബൌട്ട് ദ പിസ്റ്റൺ വെൻ ഇറ്റ് ഈസ് അറ്റ് ബോട്ടം ഡെഡ് സെൻറ്റർ. ഏറ്റവും താഴെ ഇരിക്കുന്ന ആ ഇതിനാണ് വോളിയത്തിന് പറയുന്ന പേരാണ് ടോട്ടൽ വോളിയം. ഏറ്റവും മേളിരിക്കുന്നതിനാണ് പറയുന്നത് ക്ലിയറൻസ് വോളിയം. അപ്പം VT = VS + VC. കംപ്രഷൻ റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ the total ratio of total volume to the clearance volume is known as compression ratio. Total volume clearance volume അത് രണ്ടിൻ്റെ റേഷ്യോ ആണ് കംപ്രഷൻ റേഷ്യോ. ഒരു ഗ്യാസോലിൻ എഞ്ചിൻ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിന് കംപ്രഷൻ റേഷ്യോ 6:12 ആയിരിക്കും. പക്ഷേ ഒരു ഡീസൽ എഞ്ചിന് 16:22 ആയിരിക്കും കംപ്രഷൻ റേഷ്യോ. പിന്നെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് 4-stroke എഞ്ചിൻ. ആദ്യം വന്നിട്ട് സക്ഷൻ സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, പിന്നെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ പവർ വർക്കിംഗ് സ്ട്രോക്ക്, എക്സോസ്റ്റ് സ്ട്രോക്ക്. ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ 4-stroke എഞ്ചിൻ കംപ്ലീറ്റ് തെർമോഡൈനമിക് സൈക്കിൾ ഈസ് കംപ്ലീറ്റഡ് ഇൻ 2 revolution of the crank of 4-stroke of piston. These strokes are എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇത്രയും സ്ട്രോക്സ് ഉണ്ട്. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വന്നിട്ട് നമ്മൾ ഫ്യൂവൽ വലിച്ചെടുക്കും. അതിനാണ് പറഞ്ഞാൽ സക്ഷൻ സ്ട്രോക്ക്. ഓക്കെ, പിന്നെ കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാൽവ് മീൻസ് ഇൻലെറ്റ് വാൽവ് അടച്ച ഉടനെ തന്നെ കംപ്രഷൻ ആ പിസ്റ്റൺ വന്ന് കംപ്രസ് ചെയ്യും. പിസ്റ്റൺ വന്നിട്ട് നമ്മുടെ ഫ്യൂവലിനെ കംപ്രസ് ചെയ്യും. അതിനാണ് പറയുന്നത് കംപ്രഷൻ സ്ട്രോക്ക്. പിന്നീട് വന്നിട്ട് അവിടെ എക്സ്പ്ലോഷൻ നടക്കും.
എക്സ്പ്ലോഷൻ നടന്നു കഴിയുമ്പോൾ നമ്മുടെ പിസ്റ്റൺ വന്ന് താഴോട്ട് പോകും. അതിനാണ് പറയുന്നത് എക്സ്പാൻഷൻ ഓർ പവർ വർക്കിംഗ് സ്ട്രോക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലോഷൻ നടന്നു കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്, അതിൽ നിന്ന് ഗ്യാസസ് വരും. ഈ ഗ്യാസസ് വന്നിട്ട് നമ്മൾ എക്സോസ്റ്റ് ചെയ്ത് കളയും. അതിനാണ് പറയുന്നത് എക്സോസ്റ്റ് സ്ട്രോക്ക്. താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.